നമസ്കാരം. പരീക്ഷയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ബംഗളൂരുവിലെ ഹെബ്ബാളിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഏറുന്നു. മനോരായണ പാളയ സ്വദേശിനി തനുശ്രീയാണ് മരിച്ചത്. മകളുടെ മരണത്തിൽ അമ്മയുടെയും കൂടെയുണ്ടായിരുന്നവരുടെയും ഇടപെടലിൽ അസ്വാഭാവികതയുണ്ടെന്ന് ആരോപിച്ച് പെൺകുട്ടിയുടെ പിതാവിന്റെ ബന്ധുക്കൾ രംഗത്തെത്തി. തുടർന്ന് ഹെബ്ബാൾ പോലീസ് ഇതിൽ അന്വേഷണം ഊർജിതമാക്കി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് തനുശ്രീ ജീവനൊടുക്കിയത് എന്നാണ് പെൺകുട്ടിയുടെ അമ്മ പോലീസിന് നൽകിയ പ്രാഥമികമായ മൊഴി. പരീക്ഷയിൽ തോറ്റതിലുള്ള വിഷമം മൂലമാണ് മകൾ ഇങ്ങനെയൊരു കടുംകൈ ചെയ്തതെന്നും അവർ പറഞ്ഞു. എന്നാൽ ഈ മൊഴിയെ അവിശ്വസനീയമാക്കുന്ന ചില വസ്തുതകൾ പിന്നീട് പുറത്തു വന്നു. ഉച്ചയ്ക്ക് നടന്നുവെന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് അമ്മ പോലീസിനെ വിവരമറിയിക്കുന്നത് രാത്രി 10 മണിയോടെ മാത്രമാണ്. 7 മണിക്കൂറോളം ഈ വിവരം മറച്ചുവെച്ചത് എന്തിനാണെന്ന ചോദ്യമാണ് ബന്ധുക്കൾ ഉയർത്തുന്നത്. രാത്രി 10 മണിക്ക് അമ്മയും മറ്റ് 4 പേരും ചേർന്നാണ് തനുശ്രീയെ കയറിൽ നിന്ന് താഴെയിറക്കിയതെന്നും അതിനുശേഷമാണ് ബന്ധുക്കളെ വിളിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേസിൽ നിർണായകമായി. തനുശ്രീ മരിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണെന്നാണ് വൈദ്യപരിശോധനാ ഫലം സൂചിപ്പിക്കുന്നത്. അമ്മ പറഞ്ഞ സമയവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സമയവും തമ്മിലുള്ള ഈ വലിയ വ്യത്യാസം മരണത്തിൽ മറ്റെന്തോ ഒളിച്ചുവെക്കാനുണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്നു. മരണവിവരം മറച്ചുവെക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ശ്രമം നടന്നുവെന്നാണ് പിതാവിന്റെ വീട്ടുകാർ ആരോപിക്കുന്നത്. മകൾ മരിച്ച വിവരം അറിഞ്ഞിട്ടും മണിക്കൂറുകളോളം പോലീസിനെയോ അടുത്ത ബന്ധുക്കളെയോ അറിയിക്കാതെ അമ്മയും കൂടെയുള്ളവരും എന്തു ചെയ്യുകയായിരുന്നു എന്നതാണ് പ്രധാന ആക്ഷേപം. പരീക്ഷാ പരാജയമല്ല, മറിച്ച് കുടുംബത്തിനകത്തെ മറ്റ് തർക്കങ്ങളാണോ മരണത്തിന് പിന്നിലെന്ന് അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ഹെബ്ബാൾ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തനുശ്രീയുടെ അമ്മയെയും മരണസമയത്ത് വീട്ടിലുണ്ടായിരുന്ന മറ്റ് 4 പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സമയമാറ്റവും അമ്മയുടെ മൊഴിയിലെ വൈരുദ്ധ്യവും പോലീസ് ഗൗരവത്തോടെയാണ് കാണുന്നത്. തനുശ്രീയുടെയും അമ്മയുടെയും ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പരീക്ഷാഫലം വന്നതിന് പിന്നാലെ വിദ്യാർത്ഥികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ തനുശ്രീയുടെ മരണം കേവലം ഒരു ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ബന്ധുക്കൾ. അമ്മയുടെ ഈ പെരുമാറ്റം തന്നെയാണ് അവരിൽ സംശയം ജനിപ്പിച്ചത്. അതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇത്രത്തോളം മണിക്കൂറുകൾ എന്തുകൊണ്ട് ഈ വിവരം പോലീസിൽ നിന്ന് മറച്ചുവെച്ചു എന്ന കാര്യത്തിലാണ് വിശദമായ അന്വേഷണം നടത്തുന്നത്. ആദ്യം ബന്ധുക്കളെയാണ് വിളിച്ചറിയിച്ചത്, പിന്നീട് നാട്ടുകാരെയും. തുടർന്ന് 10 മണിക്ക് ശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നത്.